ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഫാമിലി വ്ലോഗിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറിന്റെ മോൻ ഷെഫാണ്. അപ്പൊ അവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു അൽഫാം കുക്ക് ചെയ്യുന്നത് കാണിച്ചു തരുന്നതാണെന്ന്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ അതാണ് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. റോമൽ ഇവിടെ നമുക്കായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത് കാന്താരി ചിക്കൻ അൽഫാമാണ്. അപ്പൊ ആദ്യം ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാന്താരി മുളക്, മല്ലിയില, പച്ചക്കുരുമുളകെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഗാർഡനിലേക്ക് പോവുകയാണ്. ഇവിടെ മല്ലിയില നിൽപ്പുണ്ട്, അതിൽ നിന്ന് മല്ലിയിലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കാന്താരി ഉണ്ട്. അപ്പൊ കാന്താരിക്ക് ഇപ്പൊ വളരെ കുറച്ച് കുറവാണ്, മഴയൊക്കെ ചെയ്ത് കാരണം. ഉള്ള കാന്താരിയൊക്കെ ഇവിടുന്ന് പറിച്ചെടുക്കുന്നുണ്ട്. വെള്ള കാന്താരി ഉണ്ട്. ഇത്രയും കാന്താരി നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ പച്ചക്കുരുമുളക് ഇപ്പുണ്ട്. പച്ചക്കുരുമുളകും കുറച്ചേ ഉള്ളു. അപ്പൊ ഉള്ളത് ആവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ഷെഫ് റോമല് ഇപ്പൊ ചിക്കൻ കട്ട് ചെയ്യാൻ വേണ്ടി കത്തിയൊക്കെ മുറിച്ചു കൂട്ടുകയാണ്. ഷെഫിന്റെ രീതിയിൽ എങ്ങനെയാണ് ചിക്കൻ കട്ട് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് റോമലിനോട് ഇന്ന് നമുക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കി കാണിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പൊ നമ്മളിപ്പോ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണത് ഒരു കാന്താരി അൽഫാമാണ്. അപ്പൊ ഇന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ അൽഫാം പോലെയല്ല, നമുക്ക് ഇവിടെ കിട്ടുന്ന ലോക്കൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണേ. കാന്താരി മുളക്, പച്ചക്കുരുമുളക് ഇട്ട് നമ്മൾ ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ചിക്കൻ കട്ട് ചെയ്യാം, വെറൈറ്റി ആയിട്ട് പിടിക്കാം. അപ്പൊ ചിക്കൻ കട്ട് ചെയ്യാം. അപ്പൊ ഈ ചിക്കന്റെ കൊഴുപ്പൊക്കെ നമുക്കൊരു 5 പീസ്, ഒരു ചിക്കൻ 5 പീസായിട്ട് കട്ടി. അപ്പൊ നല്ല വലിയ പീസായിട്ട് കിട്ടുകയും ചെയ്യും, ഭംഗിയും ഉണ്ടാവും. നമുക്ക് ഈ ആവശ്യമില്ലാത്ത നെയ്യും ഇതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ചിക്കനിൽ ആവശ്യമില്ലാത്ത നെയ്യും കൊഴുപ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചിക്കൻ ഒരു 5 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇപ്പൊ ചിക്കന്റെ കാലിത് നമുക്ക് നൈസായിട്ട് ഒടിച്ച് എല്ലിന്റെ ആ ഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ്റെ അകത്ത് നമുക്ക് ഇത് കാർക്കസ് എന്ന് പറയും ഈ ഭാഗം. അപ്പൊ നമുക്ക് ഈ കാർക്കസിൽ ഇറച്ചി കുറവായിരിക്കും, നമുക്കത് വേണ്ട. നമുക്കപ്പോൾ അതങ്ങോട്ട് ഒടിച്ച് നന്നായിട്ട് എല്ലൊടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇറച്ചി കിട്ടുന്ന രീതിയിൽ തന്നെ ആയിട്ട് എടുക്കാം. അപ്പം ഒരു ചിക്കൻ്റെ ലെഗായി, അടുത്ത ചിക്കൻ്റെ ലെഗായി. ഇതൊക്കെ ഈ സാധനം നമുക്ക് വേണമെങ്കിൽ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റോക്കിന് പകരം യൂസ് ചെയ്യാം, ചിക്കൻ്റെ കാർക്കസ്. ഇനി നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. കഴുത്താണ്. നമുക്ക് കഴുത്തിൻ്റെ ആവശ്യം നമുക്കില്ല, ഇല്ല. കഴുത്ത് നമുക്ക് എടുക്കാം, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണോണ്ട് നമ്മൾ കഴുത്തൊക്കെ കഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് കഴുത്തൊക്കെ വേണ്ടി എടുത്താൽ നമുക്ക് യൂസ് ചെയ്യാം. കഴുത്തൊക്കെ നമുക്ക് വേറെ പീസാക്കി എടുക്കാം. നമ്മൾ കുറച്ച് മഴയുള്ള ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പൊ വെള്ളം വീഴുന്നതിന്റെ കുറച്ച് സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നടക്കുന്നു കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസായി. നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത നെയ്യൊക്കെ ഉണ്ടാക്കി എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞ് സംഭവം സെറ്റായി. നമ്മൾ ചിക്കൻ അപ്പം പീസ് ചെയ്ത് വെച്ചേക്കണം, റെഡി ആയിട്ടുണ്ട്. 5 പീസ്, കറക്റ്റ് 5 പീസ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ചിക്കൻ 5 പീസ് ആക്കി വെച്ച് നമുക്കപ്പം മസാലയൊക്കെ പറ്റണം അങ്ങോട്ട് പോകാം അല്ലേ? സ്ലിറ്റ് ഇടണം. നമുക്ക് മസാല പറ്റുന്ന ടൈമിന് വേണ്ടിയിട്ടേക്കാം. അപ്പം നമ്മൾ കാന്താരി ചിക്കൻ ഉണ്ടാക്കാണ്ട് യൂസ് ചെയ്യണത് കാന്താരി മുളകും പച്ചക്കുരുമുളകുമാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ കാന്താരി മുളകും പച്ചക്കുരുമുളകായി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പുതിനല, മല്ലിച്ചീര. അപ്പം നമ്മളിതെല്ലാം ആഡ് ചെയ്ത് പേസ്റ്റ് അടിക്കാൻ വേണം. ആ പേസ്റ്റ് അടിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമുക്കിനി ചിക്കൻ മാരിനേഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലയും ഇടാനുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ട് വരയാം. ചിക്കൻ നന്നായിട്ട് വരഞ്ഞു കൊടുത്തുമ്പോൾ മസാലയൊക്കെ അല്ല ഉള്ളിലാണ്ട് കയറി പിടിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ചെറുതായിട്ട് ബാക്ക് സൈഡൊക്കെ ഒന്നിങ്ങനെ പോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ മസാല കയറിക്കോളും നന്നായിട്ട്.
എത്ര സമയം വെക്കണം മാരിനേറ്റ്? ഇതൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ഉള്ളി കയറി വേണ്ടി പിടിച്ചോളാം മസാല. ആ അപ്പം അതിന് നമുക്ക് അരച്ച് വെച്ച മസാല കൊണ്ട് ഇടാം. മസാല ഇട്ട് അപ്പോൾ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഇടിച്ച മുളകാണ്, അപ്പം കുറച്ച് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക്. കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി മുളക് കാന്താരി ഇട്ടിട്ടുണ്ട്, അപ്പോൾ എരിവുണ്ടാവും. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല ഒരു ഇതുപോലെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അതന്നെ. അപ്പം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്തത്. അപ്പം ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരായിട്ടുണ്ട്. ഇനി ഉപ്പ്, നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ, അപ്പം ഒരു നാരങ്ങയുടെ പകുതി ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല മതിയായി. ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊരു 2 മണിക്കൂർ വെക്കാം. ഈ നാരങ്ങ നമ്മൾ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്ലേവറിങ് പോലെയാണ്. ആ ഒരു ഫ്ലേവറിങ് പോലെ മാരിനേഷൻ്റെ അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ ഇട്ടുന്ന നാരങ്ങയാണ്. പിന്നെ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഉപ്പ് റെഡിയായി. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് മാരിനേഷൻ നല്ല മിക്സ് ചെയ്യുമ്പോൾ നല്ല കാന്താരി മുളകിൻ്റെ നല്ല പച്ചക്കുരുമുളകിൻ്റെ ഒക്കെ മണം നന്നായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് 2-2.5 മണിക്കൂർ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഓക്കെ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതിനായിട്ട് ഇവിടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ കരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിരട്ടയിൽ കർപ്പൂരം ഇട്ടിട്ടാണ് ഇവിടെ തീ പിടിപ്പിച്ചിരിക്കുന്നത്. ചിക്കൻ വീണ്ടും ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളതിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഗ്രില്ല് ചെയ്യാനുള്ള അടപ്പെല്ലാം കത്തി നല്ല കനലൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കന്റെ 2 സൈഡിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി. തിരിച്ചു വെച്ചിട്ട് 2 സൈഡ് ഒഴിച്ചു കൊടുക്കാം. റോമലാവിന്റെ ഷിപ്പിലെ കഥകളും അതുപോലെ ഗ്രാൻഡ് ഹയാത്തിലെ കഥകളൊക്കെ പോലെ നമ്മളിവിടെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ചിക്കൻ ഒരു സൈഡ് പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഷൈജി ഇത് കാണാൻ വേണ്ടിയിട്ട് ഷൈജി വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാരും കൂടെ വർത്താനം പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. കൊടുക്കണേ പോലെ അല്ലടാ.
അവനവിടെ കേട്ട് ഞാൻ വെച്ച് ഹോട്ടലിൽ ഇവിടെ എന്തെങ്കിലും ഞാൻ കൊണ്ടു കൊടുത്തിട്ട് അഭിപ്രായം കേട്ടിട്ട് അയാൾ കറക്റ്റായിട്ട് കുറ്റമൊക്കെ പറയും. ഇപ്പൊ ചിക്കൻ പാകമായിട്ടുണ്ടോ എന്ന് റോമിൽ കുത്തി നോക്കുകയാണ്. ചിക്കൻ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇവിടെയാ വേണ്ട ചിക്കൻ ഇരിക്കണ്ട്. ചിക്കനുണ്ട് ഇവരും കൊണ്ട് സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. ഇവര് കൊടലി വട്ടം കറികളൊക്കെ ശരിയാക്കി കൊണ്ടിട്ടുണ്ട്. അവനാണെന്ന് ഇപ്പൊ പറയേ വീട്ടിലെ പണിയൊക്കെ ഞാനാ ചെയ്യണ. എടാ ഇത് കഴിഞ്ഞ അതിന്റെ പണി കഴിഞ്ഞ ഇത് തീർന്നാ ഫിനിഷ് ആയത്. ഇപ്പൊ നമ്മുടെ കാന്താരി അൽഫാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പൊ ഇവിടെ ഒരു സന്ധ്യ ആയിട്ടുണ്ട്, ലൈറ്റ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ നമുക്ക് ഇത് റെഡി ആയതും കൂടി ഇനി മെയിനിലേക്ക് പോകാം. ഇനി ഇത് പ്ലേറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കാന്താരി അൽഫാം ഇവിടെ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർലിക് സോസും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, തക്കാളിയൊക്കെ അരിഞ്ഞാൽ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നമ്മുടെ ഫാമിലി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. താങ്ക് യു.